ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാർച്ച് മാസം 27-ാം തീയതി ഈ വർഷത്തെ വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ സഭ വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 27-ാം തീയതി നടക്കുവാൻ പോകുന്ന വിവിധ ചടങ്ങുകളെക്കുറിച്ച് ഒരറിയിപ്പ് എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സന്ദേശം നൽകുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിർദ്ദേശവും കൽപ്പനയും അനുസരിച്ച് ചില കാര്യങ്ങൾ എല്ലാവരെയും ധരിപ്പിക്കുന്നു. 27-ാം തീയതി രാവിലെ 6:45 മണിക്ക് തന്നെ ചടങ്ങുകൾ ദേവലോകം അരമനയിൽ ആരംഭിക്കും. 6:45 മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാവായും അഭ്യുന്നരായ തിരുമേനിമാരും വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഘോഷയാത്രയായിട്ട് ചാപ്പലിലേക്കുള്ളതായ ആ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ചാപ്പലിൽ പ്രവേശിച്ച് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നതിന് ശേഷം 7 മണിക്ക് മൂറോൻ കൂദാശ ശുശ്രൂഷ ആരംഭിക്കുന്നതിനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മദ്ബഹായിലും അഴിക്കകത്തും താഴെയുമായി 3 ഗ്രൂപ്പുകളായി 3 ബൂതാകളായി തിരിഞ്ഞാണ് അഭിമന്യരായ തിരുമേനിമാരും വൈദികരും ശമ്മാശന്മാരും പാട്ടുകാരും എല്ലാം നിൽക്കുവാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോരുത്തരും എവിടെ നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ളതായ അറിയിപ്പുകളൊക്കെ പ്രത്യേക ചുമതലകൾ വഹിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേക ചുമതലകൾ വഹിക്കുവാനുള്ളവരെല്ലാവരും 26-ാം തീയതി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോഴേക്കും ദേവലോകം അരമനയിൽ എത്തിച്ചേരേണ്ടതാണ്. അതിനുശേഷം അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകേണ്ടിയിരിക്കുന്നു. മദ്ബഹായിലും പള്ളിയിലും നിൽക്കുന്ന എല്ലാവരും അവരവരുടെ സ്ഥാനത്തിന് ഉചിതമായ പൂർണ്ണ അംശവസ്ത്രധാരികളായിട്ട് വേണം നിൽക്കുവാനായിട്ട്. മദ്ബഹായും പള്ളിയും കൂടുതലായിട്ടും അഭ്യുന്നരായ തിരുമേനിമാർക്കും വൈദികർക്കുമായിട്ട് ശമ്മാശന്മാർക്കുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. പ്രത്യേകമായിട്ടുള്ള അനുവാദമുള്ള അവൈദികർക്ക് പള്ളിയിൽ നിൽക്കുവാൻ അനുവാദമുണ്ടാകും. അല്ലാത്തവർ പള്ളിയിൽ നിൽക്കുവാൻ ശ്രമിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും, അത് ഐമേനികളായാലും വൈദികരായാലും മെത്രാപ്പൊലീത്തന്മാരായാലും എല്ലാവരും പൂർണ്ണ അംശവസ്ത്രധാരികളായിട്ട് തന്നെ വേണം ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനായിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 7 മണിക്ക് ആരംഭിക്കുന്നതായ വിശുദ്ധ മൂറോൻ കൂദാശാക്രമം ഏതാണ്ട് 12:30 മണിയോടെ ഏതാണ്ട് അവസാനിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും കൂദാശാക്രമം അവസാനിച്ചതിന് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും. കുർബാന തീരുന്നതോടുകൂടെ വിശുദ്ധ മൂറോൻ നിക്ഷേപിച്ചിട്ടുള്ളതായ കുപ്പികൾ മുത്തി അനുഗ്രഹം പ്രാപിച്ച് എല്ലാവരും പിരിയുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങളിൽ വരുന്നവർ പ്രത്യേകമായിട്ട് വോളണ്ടിയർമാരുടെയും സെക്യൂരിറ്റി പേഴ്സണലിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അനുസരിക്കുവാൻ നല്ല മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശുശ്രൂഷകളുടെ സമയത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഓരോരുത്തരും നിർവഹിക്കുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ അതിനുവേണ്ട ഫോട്ടോകൾ എടുക്കുകയും വീഡിയോകൾ എടുക്കുകയും ഒക്കെ ചെയ്തുകൊള്ളും. ഓരോരുത്തരും അവരവരുടെ ഫോണുകളോ ക്യാമറകളോ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തുവാനായി ദയവായി ശ്രമിക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാം അനുഗ്രഹപ്രദമായിട്ടും ദൈവത്തിൻ്റെ വലിയ കരുണയാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും വിശുദ്ധ തൃത്വത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഈ കൂദാശയിൽ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.